പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ എത്രയോ ഒരു പക്ഷേ നൂറ്റാണ്ടുകളായി അല്ലേ നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല, ധന്വന്തരി മഠം, ഇങ്ങനെ പല വളരെ പ്രശസ്തങ്ങളായ ആയുർവേദ മേഖലകളെയും നമുക്ക് പരിചയമുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങളെ പറ്റി നമുക്ക് 101% വിശ്വാസമാണ്. ഒരിക്കലും അവർ പറ്റിക്കാൻ വേണ്ടി ഒരു പരസ്യവും നമ്മുടെ മുൻപിൽ കൊണ്ടുവരാറില്ല. പക്ഷെ അവരുടെ ഏത് ഉൽപ്പന്നവും മേടിക്കാൻ അങ്ങേയറ്റം വിശ്വാസമാണ്. മറിച്ച് പറ്റിക്കുന്ന പരസ്യങ്ങളുമായി മുൻപോട്ട് വന്നിരിക്കുന്ന ന്യൂജൻ ആയുർവേദ കമ്പനികളുണ്ട് ധാരാളമായിട്ട്. അത്തരത്തിലൊന്ന്, എനിക്ക് പല കമ്പനികളുടെയും പേര് പറയാൻ മനസ്സിലുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ കോടതിയിൽ തന്നെ എത്തിപ്പെട്ടിരിക്കുന്ന ബാബ രാംദേവിന്റെ പതഞ്ജലി, അതായത് ആചാര്യ ബാലകൃഷ്ണനും ബാബ രാംദേവും നടത്തുന്ന പതഞ്ജലി എന്ന ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ ആ സഞ്ചയത്തെ പറ്റിയാണ് എന്തുമാത്രം അഡ്വർടൈസ്മെന്റ്സ് ആണ് നാം ഓരോ ദിവസവും. ആ ദിവ്യ ഫാർമസി, അതായത് ആ പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ ഫാർമസിയാണ് ദിവ്യ ഫാർമസി. ആ ഫാർമസിയെ പറ്റിയുള്ള പരസ്യങ്ങൾ നമ്മുടെ മനസ്സ് കീഴടക്കാൻ പറ്റുന്ന പരസ്യങ്ങളാ. കാരണം എന്ന് വെച്ചാൽ അത്രയേറെ അപൂർവ സിദ്ധിയാണ് ആ ഓരോ ഉൽപ്പന്നവും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇപ്പൊ സ്ത്രീകളുടെ തലമുടിയാകട്ടെ, സൗന്ദര്യമാകട്ടെ, ഏത് ആസ്പെക്ട് എടുത്താലും, ഏത് തരത്തിലുള്ള രോഗവുമാകട്ടെ, അതിനൊക്കെ പെട്ടെന്ന് നമ്മള് ഒറ്റമൂലി, അതായത് വളരെ പെട്ടെന്ന് സുഖം പ്രാപിച്ച് നമ്മൾ വേറൊരു വ്യക്തിയായി മാറുമെന്ന രീതിയിലാണ് പരസ്യങ്ങൾ നൽകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ആയുർവേദം, എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. പതഞ്ജലിയെ പറ്റി എന്താണ് ഈ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയൊന്നും കേസിന് പോകാത്തത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അവരുടെ അത്യപൂർവമായ സിദ്ധികൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇവനൊക്കെ തന്നെ കെട്ടടങ്ങിക്കോളും, ഞങ്ങളാരും ആയുധം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് കോട്ടയ്ക്കലും അതുപോലെ ധന്വന്തരി മഠവും ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് അങ്ങനെ അറിയാവുന്ന ഇപ്പോ പതഞ്ജലി എന്തായിരുന്നു, പതഞ്ജലിയുടെ ഘോഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ കോവിഡ് കാലത്ത് അലോപ്പതി ഇഞ്ചക്ഷനോ മറ്റതുപോലുള്ള, അതായത് ഒന്നും ഏൽക്കുകയില്ല, പ്രയോജനം ചെയ്യുകയില്ല, അതിന് പകരം നിങ്ങൾ പതഞ്ജലി തരുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക. ആ തരത്തിലായിരുന്നു അഡ്വർടൈസ്മെന്റ്സ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ അഡ്വർടൈസ്മെന്റ്സ് നടത്തിയത് കൊണ്ടായിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ യൂറിൻ കൊണ്ട് കുളിക്കുക, സൂര്യപ്രകാശം അടിക്കുക, സൂര്യപ്രകാശത്തിൽ നിന്ന് ഏത് യൂറിൻ കൊണ്ടാണ്, പശുവിൻ മൂത്രം കൊണ്ട്, ഗോമൂത്രം കൊണ്ട് കുളിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ കോവിഡിൽ നിന്ന് മോചനം പ്രാപിക്കുമെന്ന് പറയുന്ന നമ്മുടെ ഭരിക്കുന്നവർ തന്നെ ഉണ്ടായിരുന്നു ആ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന്, ഓർക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണ് പതഞ്ജലിയെ അവരടിക്കടി തടവി തലോടി വളർത്തുകയായിരുന്നു. ഒരുപക്ഷെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഇഷ്യൂവിലും പതഞ്ജലി വേണ്ട രീതിയിൽ സർക്കാരിനെ സഹായിച്ചിട്ടുണ്ടാകും എന്ന് വേണം അനുമാനിക്കാൻ. അതൊരു പക്ഷേ സർക്കാരിനെ ഇലക്ട്രൽ ബോണ്ട് വഴി സഹായിക്കണമെന്നില്ല. നമ്മുടെ ഇവിടുത്തെ സർക്കാരിനെ എങ്ങനെയാണ് ജനങ്ങള്, വലിയ വ്യവസായികളൊക്കെ സഹായിച്ചത്? സ്പോൺസർഷിപ്പ് എടുത്തല്ലേ. അപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ട് എടുത്ത് തന്നെ ഗവൺമെന്റിനെ സഹായിക്കാവൂ എന്നില്ല. സ്പോൺസർഷിപ്പ് എടുത്ത് സഹായിക്കാം, മറ്റേതെല്ലാം തരത്തിലൊരു ഗവൺമെന്റിനെ സഹായിച്ച് ഗവൺമെന്റിനെ കൂടെ നിർത്തി മുന്നോട്ട് പോകണം, എങ്കിലേ വളർച്ച സാധ്യമാകൂ എന്നൊരു കമ്പനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ പലതരത്തിൽ ഗവൺമെന്റിനെ സഹായിക്കാൻ പറ്റും. ബാബ രാംദേവ് ആ തരത്തിലൊക്കെ സഹായിച്ചിട്ടും ഉണ്ടാകും. ഏതായാലും കേരളത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ബാബ രാംദേവിന് നേരത്തെ അടി കിട്ടിയിട്ടുണ്ടാകുമേ, പക്ഷെ കേരളത്തിൽ നിന്ന് വളരെ ശക്തമായ അടി ബാബ രാംദേവിന് ലഭിക്കുന്നു. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഏപ്രിൽ 1 സുപ്രീം കോടതിയിൽ ഈ ബാബ രാംദേവിന്റെ പതഞ്ജലി പ്രോഡക്ട്സിനെതിരായിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം സുപ്രീം കോടതി ഈ ബാബ രാംദേവിനെ എന്തുകൊണ്ട്, അതായത് കോവിഡ് കാലത്ത് അലോപ്പതി മെഡിസിനെതിരെ തൻ്റെ ആയുർവേദ മെഡിസിൻ, ബാബ രാംദേവിന്റെ മെഡിസിൻസ് ആണ്
അലോപ്പതി മെഡിസിൻസിനേക്കാൾ മെച്ചപ്പെട്ടത്, അല്ലെങ്കിൽ പ്രയോജനപ്രദം, അല്ലെങ്കിൽ സിദ്ധ ഔഷധം എന്ന് പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് നടത്തുകയും വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ട് ബാബ രാംദേവിന്റെ പേരിലും ആ കമ്പനിയുടെ പേരിലും ആക്ഷൻ എടുത്തില്ല എന്ന് വളരെ കടുപ്പിച്ച് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ കേസുമായിട്ട് മുൻപോട്ട് പോകുന്ന ആദ്യ ദിവസം തന്നെ പ്രതികരിച്ചത്. കേരളത്തിലെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് കോടതിയിൽ പോകുന്നത് തന്നെ ഏത് വകുപ്പ് വെച്ചിട്ടാണ്? ആക്ട് 1954 ഒബ്ജക്ഷനബിൾ, അതായത് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ഒബ്ജക്ഷനബിൾ അഡ്വർടൈസ്മെന്റ്സ് ആക്ട് 1954. ഞാൻ ഒരിക്കൽ കൂടി പറയാം. കോടതിയിൽ പോയത് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ഒബ്ജക്ഷനബിൾ അഡ്വർടൈസ്മെന്റ്സ് ആക്ട് 1954 അനുസരിച്ചാണ് നമ്മുടെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് കോടതിയിൽ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ ഒഫൻസ് എന്തൊക്കെയാണ്, ഒഫൻസ് ഏതൊക്കെ സെക്ഷനിലാണ്, അതിൻ്റെ സെക്ഷൻ 3B, സെക്ഷൻ 3D എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സെക്ഷൻ 7A, സെക്ഷൻ 3B, സെക്ഷൻ 3D, സെക്ഷൻ 7A ഈ വകുപ്പുകൾ ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നത്. അപ്പൊ ഈ കേസിൽ പ്രതികളായിട്ടുള്ളവർ ബാലകൃഷ്ണ, ആചാര്യ ബാലകൃഷ്ണ ആൻഡ് മിസ്റ്റർ രാംദേവ്. ഇവർ രണ്ടുപേരുമാണ്, ഈ ബാലകൃഷ്ണയും ബാബ രാംദേവും, ഇവർ രണ്ടുപേരുമാണ് ദിവ്യ യോഗ മന്ദിർ ട്രസ്റ്റ് മെമ്പേഴ്സ്. അതായത് ദിവ്യ ഫാർമസിയുടെ ട്രസ്റ്റാണ് ദിവ്യ യോഗ മന്ദിർ എന്ന് പറയുന്ന ട്രസ്റ്റ്. ആ ട്രസ്റ്റിന്റെ ഭാരവാഹികളാണ് ഈ പറയപ്പെട്ട ആചാര്യ ബാലകൃഷ്ണയും മിസ്റ്റർ രാംദേവും, ബാബ രാംദേവും. അപ്പൊ ഇവർക്കെതിരെയും ഇവരുടെ ഉൽപ്പന്നങ്ങൾക്കെതിരെയും കേസ് കൊടുത്തിരുന്നത്. 29 കേസസ് ആണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. 29 കേസസ് എവിടെ നിന്നൊക്കെയാണ്? കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും കേസസ് ഉണ്ടായിരുന്നു ബാബ രാംദേവിന് എതിരായിട്ട്. ദിവ്യ ലിപ്പിഡം, വൺ ഓഫ് ദ പ്രോഡക്ട്സ് ക്ലെയിം ടു ബി ടു റിഡ്യൂസ് കൊളസ്ട്രോൾ. അതായത് ഇവരുടെ 2 ഉൽപ്പന്നങ്ങൾ, ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വിറ്റഴിക്കപ്പെട്ടിരുന്ന 2 ഉൽപ്പന്നങ്ങൾക്കെതിരെയാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഈ കമ്പനിക്ക്, ദിവ്യ ഫാർമസിക്കെതിരെ കേസിന് പോകുന്നത്. എന്തൊക്കെയായിരുന്നു അത്? ദിവ്യ ലിപ്പിഡം എന്ന് പറയുന്നത് കൊളസ്ട്രോളിന് എതിരായിട്ടുള്ള ഒരു വലിയ എന്താ പറയുക, ഏറ്റവും വിശേഷപ്പെട്ട മരുന്ന് എന്ന രീതിയിലാണ് ദിവ്യ ലിപ്പിഡം പ്രചരിപ്പിച്ചിരുന്നത്. അതുകൂടാതെ മറ്റൊന്ന് പതഞ്ജലി ന്യൂട്രെല്ല. എന്താണ് പതഞ്ജലി ന്യൂട്രെല്ലയെ പറ്റി പറഞ്ഞത്? അത് ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാക്കും. അതായത് ദിവ്യ ലിപ്പിഡം കൊളസ്ട്രോൾ ലഘൂകരിച്ച് നോർമലാക്കും. രണ്ടാമത് പ്രമേഹം നോർമലാക്കുന്ന മരുന്നാണ് പതഞ്ജലി ന്യൂട്രെല്ല. അപ്പൊ ഈ പതഞ്ജലി ന്യൂട്രെല്ല ലിപ്പിഡം, അതായത് ദിവ്യ ലിപ്പിഡം, പതഞ്ജലി ന്യൂട്രെല്ല, ഈ 2 മരുന്നുകളുടെ പേരിലാണ് 29 കേസ് കേരളത്തിലെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് തന്നെ ഇയാൾക്കെതിരെ ചുമത്തുന്നത്. അപ്പൊ ഈ കേസുകളെ പറ്റിയുള്ള വിചാരണയുടെ രീതിയിലാണ് എന്ന സമയത്താണ് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് വഴക്ക് പറയുന്നത്. എങ്ങനെയാണ്? അതായത് ഈ കോവിഡ് കാലത്ത് കോവിഡിന്റെ സിദ്ധൌഷധമാണ് പതഞ്ജലി നൽകുന്നത്, അലോപ്പതി മെഡിസിൻസ് അതിന്റെ അരികത്ത് പോലും വരില്ല, നിങ്ങൾ അത് ഉപേക്ഷിച്ച് അലോപ്പതി മെഡിസിൻസ് മാറ്റി വെച്ചിട്ട്, അത് വേണ്ടെന്ന് വെച്ചിട്ട്, അത് വർജിച്ചിട്ട് പതഞ്ജലി മെഡിസിൻസ് എടുക്കൂ, അതാണ് നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക, അതാണ് കോവിഡിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നൽകുക, കോവിഡ് വരാതെ നിങ്ങളെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുകയും ഒരുപാട് പേരെ അതിൽ കൊടുക്കുകയും ചെയ്തു. അത് എന്തുകൊണ്ട് അന്നേരം ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് പതഞ്ജലിയെ ഒരു പാഠം പഠിപ്പിച്ചില്ല എന്നുള്ളതായിരുന്നു കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചത്. അപ്പൊ ഈ ഏപ്രിൽ 1 ഈ കേസ് കേരളത്തിൽ നിന്ന് കേസ് ചെല്ലുന്നതിന് മുൻപ് തന്നെ, കഴിഞ്ഞ നവംബറിൽ തന്നെ
പതഞ്ജലിക്കെതിരായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ചില നടപടികളൊക്കെ എടുത്തിരുന്നു. ആ നടപടികളുടെ ഫലമായിട്ട് നവംബർ 21 പതഞ്ജലി സുപ്രീം കോടതിക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. അതായത് തങ്ങളുടെ പ്രോഡക്റ്റ് മാത്രമാണ് ഏറ്റവും ഉത്തമമെന്നും മറ്റു ഉൽപ്പന്നങ്ങൾ മോശമാണ് എന്നും കാണിക്കുന്ന ഒരു തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സും മേലിൽ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് ഒരു ഉറപ്പ് സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്നു. നവംബർ മാസത്തിൽ തന്നെ, നവംബർ 21 പതഞ്ജലി കൊടുത്തിരുന്നു. പക്ഷേ ആ സത്യവാങ്മൂലം പോലും ലംഘിച്ചുകൊണ്ടാണ് അവരവരുടെ അഡ്വർടൈസ്മെന്റ്സുമായിട്ട് മുമ്പോട്ട് പോയത്. അപ്പൊ അതിന് പതഞ്ജലി എന്ത് ഉത്തരവാണ് കൊടുത്തത് സുപ്രീം കോടതിയിൽ? അത് പതഞ്ജലിയില് ബാബ രാംദേവ് അപ്പിയർ ചെയ്തില്ല. അത് തന്നെയുമല്ല, പിന്നെ കൊടുത്തിരുന്നത് അങ്ങനെ ഈ അഡ്വർടൈസ്മെന്റ്സ് ഇങ്ങനെ പോകുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല, അഡ്വർടൈസ്മെന്റ്സ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള മുട്ടായുക്തികൾ പറയുകയുണ്ട്. അതൊന്നും അത് കർശനമായ നടപടികൾ എടുത്തില്ലെന്നും പിന്നെ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വീണ്ടും ഈ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമം പഴഞ്ചനാണ് എന്ന് പത്രസമ്മേളനം നടത്തി പറയാൻ പോലും ആചാര്യ ബാലകൃഷ്ണ തുനിഞ്ഞു എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി ഏപ്രിൽ 1 കണ്ടുപിടിച്ചത്. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാ തിരുത്തൽ നടപടികളുമായി 10 മുൻപ്, ഏപ്രിൽ 10 വീണ്ടും കോടതിയുടെ മുൻപിൽ 2 പേരും വരണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 1 സുപ്രീം കോടതിയിലേക്ക് ബാബ രാംദേവും ആചാര്യ ബാലകൃഷ്ണയും കൂടി നടന്നു വരുന്ന ആ അവസ്ഥ, അപ്പൊ ഞാൻ അത് TV കണ്ടിരുന്നു. വളരെ അത്ഭുതകരമായി തോന്നി. ഇത്രയും കള്ളത്തരം കാണിക്കുന്ന ആ 2 മനുഷ്യരുടെ മുൻപിൽ ആൾക്കാർ ഓച്ചാനിച്ച് നിൽക്കുന്നു, തല കുമ്പിടുന്നു, കാല് തൊട്ട് വന്നിക്കുന്നു. അപ്പൊ സത്യത്തിനും നീതിക്കുമാണോ അധർമ്മത്തിനും അനീതിക്കുമാണോ ഇവിടെ ജനം കൂട്ടുനിൽക്കുന്നത് എന്നെനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സത്യം പറഞ്ഞാൽ അവരെ കാണുമ്പോൾ മുഖം തിരിച്ചു നിൽക്കുകയും തിരിഞ്ഞോടുകയുമാണ് ചെയ്യേണ്ടത്. അവനവനെ പറ്റി എങ്കിലും ഒരല്പം മാന്യമായിട്ട് ചിന്തിക്കുന്നവര്. ഏപ്രിൽ 10 അടുത്ത സുപ്രീം കോടതിയിൽ അവർ ഹാജരാകേണ്ടത്. അന്ന് ഈ കേസിനെ പറ്റി കൂടുതൽ വിശദമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീണ് കിട്ടും എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും നാം ഓർത്തിരിക്കേണ്ടത്, കേരളത്തിൽ നിന്ന് തന്നെ ബാബ രാംദേവിനെതിരെ 29 കേസുകൾ വന്നു എന്ന് പറയുമ്പോൾ മലയാളിയുടെ മുൻപിൽ ഞാൻ നമിക്കുകയാണ്.